വരാപ്പുഴ, കൊച്ചി റോമൻ കത്തോലിക്ക രൂപതകളിൽ നിന്ന് വ്യത്യസ്തമായുള്ള എറണാകുളം രൂപതയുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം ജാതീയ വേർതിരിവ് മാത്രമാണ്. റോമൻ കത്തോലിക്ക സഭയിൽ നിന്ന് വ്യത്യസ്തമായ ദൈവശാസ്ത്രമോ സഭാവീക്ഷണമോ ആരാധനക്രമ ചിന്തയോ എന്നും എറണാകുളം രൂപതയ്ക്കില്ല. എറണാകുളം രൂപതയെ വരാപ്പുഴ രൂപതയിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്ന ഏക ഘടകം തോമസ് ലീഹ നമ്പൂതിരിമാരെയാണ് മാമോദീസ മുക്കിയത് എന്ന ജാതീയ മിത്ത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഉന്നത കുല ചാതരെന്ന് സ്വയം കരുതുന്നു എന്ന അടിസ്ഥാനത്തിൽ മാത്രം നിലനിൽക്കുന്ന രൂപതയാണ് എറണാകുളം അങ്കമാലി. അല്ല എങ്കിൽ റോമൻ സഭയിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് സഭാത്മകതയാണ്, എന്ത് ആരാധനാക്രമമാണ്, എന്ത് ദൈവശാസ്ത്രമാണ് അവർക്കുള്ളതെന്ന് അവർ തന്നെ വ്യക്തമാക്കട്ടെ. നസ്രാണി സമൂഹം പൊതുവിൽ ഒരു ജാതിയായി പരിഗണിക്കപ്പെടുന്നു എന്നുള്ളത് വസ്തുതയാണ്. ജാതി വ്യവസ്ഥ നിർവചിച്ച കേരള സാമൂഹിക ക്രമത്തിന്റെ ഭാഗമായാണ് ഈ സമൂഹം നൂറ്റാണ്ടുകളായി നിലനിന്നത്. തങ്ങളുടെ ബ്രാഹ്മണ പാരമ്പര്യത്തെക്കുറിച്ചുള്ള കഥകൾ സാമൂഹ്യ ശ്രേണിയിൽ തരക്കേടില്ലാത്ത സ്ഥാനം ഉറപ്പിക്കുന്നതിന് അവരെ സഹായിച്ചു. തങ്ങളുടെ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ദളിത് സഹോദരങ്ങളെ ശാക്തീകരിക്കുന്നതിലും സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിലും വലിയൊരു പരിധിവരെ അവർ പരാജയപ്പെട്ടു എന്നുള്ളതും വസ്തുതയാണ്. ഈ യാഥാർത്ഥ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ആരാണ് നസ്രാണി എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സഭയുടെയും സമൂഹത്തിന്റെയും ഇരുണ്ട കാലഘട്ടത്തിൽ നഷ്ടമായ യഥാർത്ഥ നസ്രാണിത്വം വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു. സാർവത്രിക സഭയിൽ അന്യമായ നസ്രാണി എന്ന പേര് അനന്യവും ശ്രേഷ്ഠവും പുരാതനവുമായ ശ്ലൈഹിക പൈതൃകത്തെയും സുവിശേഷ സംസ്കൃതിയെയുമാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ പിതാവായ തോമസ് ലീഹ നമുക്ക് പകർന്നു തന്ന അദ്ദേഹത്തിന്റെ മിശിഹാനുഭാവം ഇവിടുത്തെ മണ്ണിൽ തഴച്ചു വളർന്ന് രൂപം കൊണ്ട സുവിശേഷ സംസ്കൃതിയാണ് നസ്രാണിത്വം. മാർത്തോമ മാർഗം എന്ന് നമ്മുടെ പൂർവികർ അഭിമാനത്തോടെ വിളിച്ചത് ഈ നസ്രാണിത്വത്തെയാണ്. റോമൻ സഭ മിശിഹായിലേക്ക് പത്രോസിന്റെ മാർഗം പിന്തുടരുമ്പോൾ നാം തോമയുടെ മാർഗം പിന്തുടരുന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ മനസ്സിലാക്കി. പാശ്ചാത്യ മിഷനറിമാർക്ക് ഈ യുക്തി ദഹിക്കാത്തതിനാൽ തോമയുടെ മാർഗം ഇല്ലാതാക്കി പത്രോസിന്റെ മാർഗം നമ്മെ സ്വീകരിപ്പിക്കാൻ അവർ പരിശ്രമിച്ചു. 4 നൂറ്റാണ്ടുകളിലായി തോമയുടെ മാർഗത്തെ തള്ളിപ്പറയാൻ അവർ നമ്മെ പഠിപ്പിച്ചു. അങ്ങനെ സുറിയാനി കത്തോലിക്കക്കാരായ നാം റോമൻ കത്തോലിക്കക്കാർ ആണെന്ന് നമ്മെ തെറ്റിദ്ധരിപ്പിച്ചു. നസ്രാണികളായ നമ്മെ ക്രിസ്ത്യാനികളാക്കി മാറ്റി. ഈ മാറ്റത്തിൽ നസ്രാണിത്വം എന്ന ശ്ലൈഹിക സംസ്കൃതി വെറും ജാതി മാത്രമായി പോയി. സായിപ്പ് സഭാഭരണം അവസാനിപ്പിച്ചു പോയിട്ട് 1 നൂറ്റാണ്ട് കഴിഞ്ഞു. സായിപ്പ് പോയപ്പോൾ നാട്ടു സായിപ്പ് വന്നു. സായിപ്പ് പറഞ്ഞു പഠിപ്പിച്ചത് വള്ളി പുള്ളി തെറ്റാതെ ആവർത്തിച്ചു എന്ന് മാത്രമല്ല, അതിനെ പരിപോഷിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ 5 ദശകങ്ങളിലായി നമ്മുടെ സഭ നഷ്ടപ്പെട്ട നസ്രാണിത്വം വീണ്ടെടുക്കുന്നതിനുള്ള പരിശ്രമങ്ങളിലാണ്. പക്ഷെ സഭയിലെ ഒരു വിഭാഗം സായിപ്പിൽ നിന്ന് കിട്ടിയ പറങ്കിത്തത്തിൽ മുറുകെ പിടിക്കുകയാണ്. കത്തോലിക്കനാവുക എന്നാൽ പറങ്കിയാവുക എന്നു കൂടിയാണെന്ന് സായിപ്പിന്റെ സൂത്രവാക്യം അവർ അപ്പാടെ വിഴുങ്ങിയിരിക്കുകയാണ്. നസ്രാണിത്വം എന്ന ശ്ലൈഹിക സംസ്കൃതിയെ അവജ്ഞയോടെ കാണുകയും കൽദായമെന്ന് അർത്ഥമറിയാതെ പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകൾ റോമൻ സഭയിൽ നിന്ന് വ്യത്യസ്തമായി രൂപതകളായി നിലകൊള്ളുന്നത് ജാതി അടിസ്ഥാനത്തിൽ മാത്രമാണ്. അവരെ സംബന്ധിച്ച് നസ്രാണിത്വം കൽദായ ആരാധന പൈതൃകം ഉൾക്കൊള്ളുന്ന ശ്ലൈഹിക സംസ്കൃതിയല്ല, പിന്നെയോ അത് ബ്രാഹ്മണ്യ പാരമ്പര്യത്തിലൂന്നിയ ജാതി മേൽക്കോയ്മ മാത്രമാണ്. സ്വന്തമായ ആരാധനാ പൈതൃകവും ദൈവശാസ്ത്രവും സഭാ പാരമ്പര്യങ്ങളും സ്വീകരിക്കാൻ തയ്യാറാകാത്ത രൂപതകൾക്കും ആളുകൾക്കും നസ്രാണിത്വം ജാതി മാത്രമല്ലെങ്കിൽ പിന്നെ എന്താണ്? സങ്കടത്തോടെ പറയട്ടെ, കൽദായ വിരുദ്ധ സീറോ മലബാർ രൂപതകൾ ജാതീയ രൂപതകൾ മാത്രമാണ്. ഒരു വ്യക്തിസഭയ്ക്ക് അങ്ങനെ നിലനിൽക്കാനുള്ള അവകാശം ഇത് മിശിഹായുടെ സുവിശേഷത്തിന്റെ വ്യതിരിക്തമായ വ്യാഖ്യാനവും ആഘോഷവും പ്രഘോഷണവുമായതുകൊണ്ടാണ്. വ്യക്തിസഭ ഒരു ജാതീയ സഭയോ ഭാഷാടിസ്ഥാനത്തിലുള്ള സഭയോ ആകരുത്. നസ്രാണിത്വം നമ്മുടെ തൊലിയുടെ നിറമോ നാം സംസാരിക്കുന്ന ഭാഷയോ ജാതി വ്യവസ്ഥയിലെ നമ്മുടെ സ്ഥാനമോ അല്ല. അങ്ങനെ ആകരുത്. നസ്രാണിത്വം എല്ലാവരിലേക്കും തുറന്നിരിക്കുന്ന മാർത്തോമ മാർഗമാണ്. എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന മിശിഹായുടെ സുവിശേഷമാണ്. സുവിശേഷത്തിന്റെ ശ്ലൈഹിക വ്യാഖ്യാനമാണ്.